ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വീണ്ടും നല്ല മഞ്ഞ് തന്നെയാണ് കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് തണുപ്പേറിയും കുറഞ്ഞും ഇരിക്കുന്നു. എങ്കിൽ പോലും നല്ല മഞ്ഞും മൂടലുമാണ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഫാമിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ രാവിലത്തെ ഫാമിലെ വിശേഷങ്ങൾ അറിയാം. ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. നല്ല തണുപ്പാണ്. എൻ്റെ ബാക്കിലേക്കൊക്കെ നല്ല മഞ്ഞാണ് കേട്ടോ. നമ്മളിപ്പോൾ കറവേണ്ട സമയമാണ്. ഇന്ന് ഇത്ര മഞ്ഞൊക്കെ ഉണ്ടെങ്കിലും തണുപ്പ് ലേശം കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ കയ്യിലൊന്നും ഗ്ലൗസൊന്നും ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ കയ്യിൽ ഗ്ലൗസും സോക്സും ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കറവേലാണ്. ഇപ്പം നമ്മുടെ കറവേണ്ട സമയമാണ്. വ്യക്തം മഞ്ഞാണ് കേട്ടോ. ഇപ്പം കറവേണ്ട സമയമാണ്. കുറവ് കഴിയുന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ മഞ്ഞ് പെട്ടെന്ന് തെളിഞ്ഞ് വരുമ്പോൾ മഞ്ഞ് നല്ല രീതിയിലായി വരും. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വേഗം ഒന്ന് വീഡിയോ എടുത്താണ്. ഓരോ ദിവസം ചെല്ലുന്നോറും മഞ്ഞ് മൂടലും കൂടി വരുവാണ്. പണിക്കാരുണ്ടെങ്കിലും നമ്മളും രണ്ടു നേരവും ഫാമിലുണ്ടാവും കേട്ടോ. നമുക്കൊരു സന്തോഷമാണ്. പണിയെടുത്താലും ഇല്ലെങ്കിലും ഇഷ്ടമുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട് ഇങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ നടക്കുക, കാര്യങ്ങളെല്ലാം ചെയ്യാൻ കൂടുക. ഞാനും കൂടി കൊടുക്കും. എല്ലാവരും ചെയ്താൽ പോലും ഞാനും എല്ലാം ചെയ്യാൻ കൂടും. പ്രത്യേകിച്ച് കറവയ്ക്ക് ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്തോളും. കറവ അവർ ചെയ്യില്ല എന്നല്ല, പക്ഷേ നമുക്കതൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഞാനും കറവേൻ്റെ സമയത്ത് കൂടാറുണ്ട്. ചേട്ടായും കൂടും. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ എന്തായാലും ഈ ഒരു സമയത്ത് രണ്ടു നേരവും ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കിനി നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ പേജിൽ വീഡിയോ ചെയ്യുമ്പം ഇന്ന കണ്ടൻറ്റ്, ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കണ്ടൻറ്റ് ഒന്ന് ചെയ്യാമോ എന്ന് അഭിപ്രായമുള്ളൊരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏറെക്കുറെ നമ്മൾ ചെയ്യുന്ന രീതികളും നമുക്കറിയാവുന്ന കാര്യങ്ങളും ഇതുവരെ നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞു. ഇനി കുറേ പേര് അന്നേരം പേഴ്സണലി സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട്. എന്ത് നിങ്ങൾക്ക് ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടും എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തോളൂ മെസ്സഞ്ചറിൽ. പക്ഷേ ദയവ് ചെയ്ത് അല്ലാതെയുള്ള വെറുതെ ചാറ്റിങ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദയവ് ചെയ്തിട്ട് മെസ്സേജ് അയക്കരുത്. അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഫാമിങ്ങിനെ പറ്റി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഉറപ്പായിട്ടും നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഒരു വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിച്ചോ? നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഐസ് വാട്ടറിൻ്റെ പോലത്തെ തണുപ്പാണ്. സാധാരണ അവർ വെള്ളം കുടിക്കാൻ തുടങ്ങിയാൽ കുടിക്കാൻ ദാഹം തീരുന്നവരെ ഒരേ കുടിക്കുന്നതാണ്. പക്ഷേ ആ വെള്ളത്തിന് നല്ല തണുപ്പായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് എടുക്കുന്നത്. നമുക്ക് ബോർവെല്ലല്ല, സാധാ കിണറാണ്. അപ്പോൾ വെള്ളത്തിന് സ്വാഭാവികമായിട്ടും നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ കുടിക്കുന്നത്. നമുക്ക് കൈയിട്ടാൽ പോലും നമ്മൾ ഐസ് വാട്ടറിൽ ഇട്ട പോലത്തെ മരപ്പാണ് വെള്ളത്തിന് കേട്ടോ. അപ്പോൾ നമ്മൾ അന്നേരം മോട്ടർ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. നല്ല മഞ്ഞാണ് കേട്ടോ. മുട്ട വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് എന്നെ നോക്കുവാണ്. ഇവളെന്താ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഒരാൾക്ക് കറവ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെട്ടം വീഴുന്തോറും മഞ്ഞ് തെളിഞ്ഞ് വരുവാണ് കേട്ടോ. പക്ഷെ തണുപ്പ് കുറവുണ്ട്. അതിലൊക്കെ ചെറിയൊരു മൂടൽ. സാധാരണ കൊയ്ത്തിൻ്റെ സമയത്ത് മഴയൊക്കെ പെയ്യാറുള്ളതാണ്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല. 2 ദിവസം മുന്നേ ഉള്ള തണുപ്പൊന്നും കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, മഞ്ഞിത്ര ഉണ്ടെങ്കിലും.
എല്ലാവരും കറവ് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരവരുടെ ഊഴം കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ ഒരു സിംഗിള് ആളാണ് പണിക്കുള്ളത്. അപ്പം പുള്ളിക്കാരത്തിന് മുന്നേ നിന്ന ഫാമിൽ കൈക്കറവയായിരുന്നു വശം, മെഷീൻ കറവയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പയ്യെ മെഷീനൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തണുപ്പായിട്ട് ജലദോഷം പിടിച്ചു കേട്ടോ. നല്ല തൊണ്ടവേദന, എല്ലാവർക്കും തന്നെ ഇതൊക്കെ തന്നെ കാര്യങ്ങൾ. അവിടെ ഒരാൾ റെസ്റ്റ് എടുക്കാൻ കിടന്നു. കറവ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇതേ മഞ്ഞ് തന്നെ. അങ്ങനെ ഇന്ന് രാവിലത്തെ കറവ് കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് പാലും കൂടി ക്യാനിലേക്ക് കൊണ്ടുപോയി ഒഴിക്കുകയാണ്. ഇവിടെ രാവിലെ ഇപ്പം തണുപ്പായതുകൊണ്ട് രാവിലെ ഒരു 6 മണിയൊക്കെ ആയിട്ട് വെട്ടമൊക്കെ തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കറവയ്ക്ക് കയറാറ്. സാധാരണ 5:30 ആകുമ്പോൾ തുടങ്ങുമായിരുന്നു. ഇപ്പോൾ ഇവർ പണിക്കാരും കൂടെ വന്നതുകൊണ്ട് നമ്മൾ അവരുടെ സൗകര്യവും കൂടെ നോക്കി പണിയൊക്കെ പഠിച്ചു വരുന്നുള്ളതുകൊണ്ട് 6 മണിക്കാണ് ഇപ്പോൾ കറവയ്ക്ക് കയറുന്നത്. ഏകദേശം ഒരു 7 മണി 7:15 കൂടി നമ്മുടെ കറവ കഴിയും. കറവയൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്യാനിന് ഒരു 8 മണി കഴിഞ്ഞിട്ടേ പാൽ കൊണ്ട് കൊടുക്കുകയുള്ളൂ. എല്ലാവരും കറവ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ എണീറ്റ് നിൽക്കുന്നുണ്ട്. അവർ കുറച്ച് താമസിച്ച് കിടക്കുന്നവരാണ്. ബാക്കി എല്ലാവരും കിടന്നു തുടങ്ങി. ഇനി ഉച്ചയ്ക്ക് വൈകുന്നേരത്തെ കറവയ്ക്ക് നമ്മൾ 3 മണിക്ക് തൊഴുത്തിലേക്ക് കയറിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ചാണകം വടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പണിക്കാർ നോക്കിക്കോളും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പേജ് ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും പേജ് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കും അതൊരു സപ്പോർട്ടായിരിക്കും. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലും ഇത്തരം വീഡിയോകൾ കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നമ്മൾ പങ്കുവെക്കുന്ന വിവരങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.